CPI LDF വിട്ട് UDFിലേക്ക് വന്നാൽ എത്ര സീറ്റുകൾ വരെ നൽകും എന്ന ചർച്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 15 സീറ്റ് പരമാവധി എന്ന രീതിയിലേക്കാണ് UDF നേതാക്കൾ പലരും പറയുന്നത്. എന്നാൽ കോൺഗ്രസിൻ്റെ മാത്രം സമ്മതം കൂടിയാൽ പ്രശ്നം സോൾവ് ആകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുസ്ലിം ലീഗിൻ്റെ സമ്മതം കൂടി ലഭിച്ചേ മതിയാവുകയുള്ളൂ. കാരണം UDFിലെ രണ്ടാമത്തെ പ്രബല കക്ഷി മുസ്ലിം ലീഗാണ്. CPIക്ക് ഇടതുപക്ഷത്ത് നിന്നപ്പോൾ 27 സീറ്റുകളാണ് മത്സരിക്കാൻ കൊടുത്തത്. എന്നാൽ അതിൽ 10ഓളം സീറ്റുകൾ ഒട്ടും തന്നെ ജയസാധ്യത ഇല്ലാത്ത സീറ്റുകളാണ്, പേരിന് വേണ്ടി കൊടുക്കുന്നു എന്ന് മാത്രം. എന്നാൽ CPIയുടെ വിജയത്തിനായി CPIM പ്രവർത്തകർ ഇറങ്ങാറേയില്ല എന്നുള്ളത് ബിനോയ് വിശ്വം ഇന്നും ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ല. താൻ നാദാപുരം മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന സമയത്ത് പോലും CPIM നേതാക്കളെ പ്രചരണത്തിനിറക്കാൻ നന്നേ പാടുപെട്ടിരുന്നു. അവർക്ക് താല്പര്യവുമില്ല. അവർ CPIക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമോ എന്ന് പോലും തനിക്ക് സംശയമുണ്ടായിരുന്നു എന്ന തരത്തിലാണ് നിരവധിയായ തവണ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു, CPI നേതാക്കളുടെ തകർച്ചയ്ക്ക് വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന പ്രസ്ഥാനമാണ് CPIM എന്നുള്ളത് നിരവധിയായ സാഹചര്യങ്ങളിൽ പല നേതാക്കളും പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. CPIയെ തകർക്കാൻ വലിയ തോതിലുള്ള പ്രചരണമാണ് CPIM പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയിട്ടുള്ളത്. കണ്ണൂരിലെ പ്രബല വിഭാഗം എപ്പോഴും CPIക്ക് എതിരായിരുന്നു. CPI വളരാനേ പാടില്ല എന്നുള്ള ഒരു കർക്കശ നിയമം പോലെയാണ് അവർ പ്രചരണം നടത്തിയിരുന്നത്. യുവജന പ്രസ്ഥാനത്തിലായിരുന്നാലും CPIയെ രണ്ടാം കിടയായി എപ്പോഴും കാണാനാണ് SFIയും DYFIയും ശ്രമിച്ചിരുന്നത്. അവർ CPIയെ വിശേഷിപ്പിക്കുന്നത് വർഗവഞ്ചകർ എന്ന രീതിയിലാണ്. ഇങ്ങനെ അപമാനവും പേറി എല്ലാ രീതിയിലുള്ള വിദ്വേഷവും പടർത്തുന്നവരോടൊപ്പം എങ്ങനെ കൂട്ടുകൂടാൻ സാധിക്കും? കോമണായ ഒന്നും തന്നെ ഇപ്പോൾ CPIയിലും CPMലും അവശേഷിക്കുന്നില്ല. ഇപ്പോഴും മൂല്യച്യുതി മാറാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നാണ് കോൺഗ്രസ് CPIയെ വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വം ഇടപെട്ട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാക്കേണ്ടത് ആ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നിലനിൽപ്പിന് നല്ലതാണ് എന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ K. സുധാകരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുന്നു, CPIക്ക് ഇനി ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അതിൽ കോൺഗ്രസുമായി അല്ലാതെ CPIയുമായി സഹകരിക്കാൻ കഴിയില്ല. കാരണം അത്രയേറെ പൊതുജന മധ്യത്തിൽ CPIയെ നാണം കെടുത്താൻ CPM കളിച്ച കളികൾ അതൊരിക്കലും മറക്കാനും കഴിയില്ല. BJPയുമായി തൃശ്ശൂരിൽ നടത്തിയ ഡീൽ എത്രയൊക്കെ മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ക്രിയാത്മകമായി അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് പാറമേക്കാവിൻ്റെയും അതുപോലെ തിരുവമ്പാടിയുടെയും കുടമാറ്റവുമായി ബന്ധപ്പെട്ട ആ ഒരു മോഡൽ അതിനെ BJP ദേശമെന്നും CPIM ദേശമെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മധ്യേ അതിനെ മറ്റൊരു രീതിയിലേക്ക് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധാർഹമായി പൂരം കലക്കിയതിൻ്റെ പ്രതിഷേധാർഹമായി അവിടെ ഒരു തെരുവ് നാടകം പോലെ അവതരിപ്പിച്ചത്. കുടമാറ്റം നടത്തുമ്പോൾ കാവിക്കുട CPIM ദേശക്കാർക്ക് കൈമാറുകയും പകരമായി CPIM ദേശം ചുവന്ന കുട BJP ദേശക്കാർക്ക് കൈമാറുകയും ചെയ്യുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് CPI എടുക്കുന്ന നിലപാട് വളരെ കഠിനമേറിയതായിരിക്കും.